തരംഗം തീർക്കുകയാണ് ചാണ്ടി. ഓണക്കാലത്ത് കൊടുക്കേണ്ട മറുപടി കൊടുക്കേണ്ട സമയത്ത് എങ്ങനെ കൊടുക്കണമെന്ന് മുഖ്യന്റെ മൂക്കിൻ തുമ്പിൽ ഓണം ആഘോഷിച്ചുകൊണ്ട് പൊടി പൊടിച്ചുകൊണ്ട് മാലോകർക്ക് കാണിച്ചു കൊടുക്കുകയാണ്. കോൺഗ്രസിന്റെ ഒരു യുവമുഖമായിട്ട് തന്നെ ചാണ്ടി മാറുന്നുണ്ട്. മാങ്കൂട്ടം പുറത്തു നിൽക്കുമ്പോഴും ഷാഫി പറമ്പിൽ തനിക്കെതിരെ വരുന്ന അമ്പുകളെ ഇല്ലാതാക്കുമ്പോഴും ഒക്കെ കേരള രാഷ്ട്രീയത്തിന് മൊത്തം നടുക്ക് നിന്നിറങ്ങി കളിക്കാൻ സാധിക്കുന്നില്ല. എന്നാൽ അവിടെയൊക്കെ തനിക്ക് രാഷ്ട്രീയത്തിൽ ചെയ്യാൻ കഴിയുന്നതൊക്കെ ചെയ്തുകൊണ്ട് തരംഗം തീർത്ത് അജയനായി മാറുകയാണ് ചാണ്ടിയുമ്മൻ എന്ന പുതുപ്പള്ളിക്കാരൻ MLA. ഇന്നിപ്പോൾ സെക്രട്ടേറിയറ്റിന് മുൻപിൽ 200 ദിവസങ്ങൾക്ക് മേലെയായി സമരമിരിക്കുന്ന ആശാവർക്കർമാർക്ക് ഓണസദ്യ വിളമ്പിക്കൊണ്ടാണ് തന്റെ രാഷ്ട്രീയത്തെ കൃത്യം തലസ്ഥാന നഗരിയിൽ ഈ പുതുപ്പള്ളിക്കാരൻ MLA കാണിച്ചു കൊടുക്കുന്നത്. കോൺഗ്രസ് എന്ന പാർട്ടിയെ മിഷൻ 2026ലേക്ക് കടക്കുമ്പോൾ ഒന്നുമല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഇടതുപക്ഷത്തിനും എങ്ങനെ മറുപടി കൊടുക്കണമെന്ന് കൂടി ചാണ്ടിയുമ്മൻ ഇന്ന് കാണിച്ചു തരുന്നുണ്ട്. തീർന്നില്ല, നിമിഷപ്രിയയുടെ കേസ് മാധ്യമങ്ങളിൽ നിന്ന് നിറയുന്നില്ലെങ്കിലും ചാണ്ടി യമനിലേക്ക് ആളെ വിട്ട് ആ വിഷയത്തിൽ ഒരു തീർപ്പ് കൽപ്പിക്കാൻ ഇന്നും പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റൊന്ന്, ഒരു ചെറുപ്പക്കാരനെ, അതും പൂജാരിയായ ഒരു ചെറുപ്പക്കാരനെ മദ്യപിച്ചു എന്ന് പേര് പറഞ്ഞ് പിണറായി പോലീസ് ഇല്ലാതാക്കാൻ നോക്കിയപ്പോൾ അതിനും തക്ക മറുപടി കനത്തിൽ കൊടുക്കുന്നുണ്ട് ചാണ്ടി. MLA ആയതിനു ശേഷം ആദ്യകാലങ്ങളിൽ ഒന്നും ചാണ്ടിയെ ഇത്തരം സജീവ രാഷ്ട്രീയത്തിൽ കാണാനുണ്ടായിരുന്നില്ല. പലപ്പോഴും അതൊരു ചോദ്യമായി തീരുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ പിന്നീട് ചരിത്രം മാറുകയാണ് ഉണ്ടായത്. നിലമ്പൂർ തെരഞ്ഞെടുപ്പോടെ സടകുടഞ്ഞെണീറ്റ് ചാണ്ടി ഒറ്റയടിക്ക് 3000 വീടുകൾ കയറി വോട്ടുറപ്പിച്ച് ചരിത്രത്തിന്റെ ഭാഗമായി മാറുകയും ചെയ്യുന്നുണ്ട്. ആ ചരിത്രം എന്ന് പറയുന്നത് CPMന്റെ കോട്ട 10 വർഷങ്ങൾക്കിപ്പുറം മാരിയാടൻ ഷൗക്കത്തിലൂടെ കോൺഗ്രസും UDFും തിരിച്ചുപിടിച്ചു എന്നത് തന്നെയാണ്. ഇതൊക്കെ CPMനെയും BJPയെയും വല്ലാതെ ഭയപ്പെടുത്തുകയും ഇല്ലാതാക്കുകയും ചെയ്യുന്നുണ്ട്. മൂന്നാം മൂഴം സ്വപ്നം കണ്ടാണ് പിണറായി എന്ന മുഖ്യൻ അടുത്ത തവണയും കളത്തിലിറങ്ങാനിരിക്കുന്നത്. എന്നാൽ അതിത്തവണ നടക്കില്ല എന്ന് ഉറപ്പിച്ചു പറയുകയാണ് കോൺഗ്രസ്. അവിടെ ഏതൊക്കെ രൂപത്തിൽ തടയാൻ നോക്കിയാലും ചാണ്ടിയെ പോലുള്ള നേതാക്കൾ കളത്തിൽ ഇറങ്ങുകയും ആ കളം പിടിച്ചടക്കുകയും ചെയ്യും. ചാണ്ടി കഴിഞ്ഞ ദിവസത്തെ സജീവ രാഷ്ട്രീയത്തിന്റെ ഭാഗമായി നടത്തിയ മാധ്യമങ്ങളെ കണ്ട വീഡിയോ ഒന്ന് കാണാം. ഇത്രയും ക്രൂരമായ രീതിയിൽ ഒരു ചെറുപ്പക്കാരനെ മർദ്ദിച്ച് ആ ചെറുപ്പക്കാരനെതിരെ കള്ളക്കേസെടുത്തത് പോലീസാണെന്ന് പറയാൻ പറ്റുമോ? ഇത് ഗുണ്ടാ സംഘമല്ലേ ക്രിമിനൽ സംഘമാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിന് ഉത്തരം പറയുന്നത്, നടപടി എടുത്തോന്ന് ചോദിക്കുമ്പോൾ ഉത്തരം പറയുന്നത് എന്താ? ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടെന്നാ. എല്ലാ കാര്യങ്ങളിലും യൂറോപ്യൻ സ്റ്റാൻഡേർഡ് പറയുന്നവർ, യൂറോപ്യൻ നിലവാരമോ ലോക നിലവാരം വെച്ച് ഇവരെ പിരിച്ചുവിടണ്ടേ? ഒരു നിമിഷം പോലും ഈ ഉദ്യോഗസ്ഥർ ഇനി തുടരാൻ പാടില്ല. ഈ സർക്കാരിന് ഇവിടുത്തെ ജനങ്ങളോട് എന്തെങ്കിലും ഒരു പ്രതിബദ്ധതയുണ്ടെങ്കിൽ ഇവര് അടിയന്തരമായി ഈ ഉദ്യോഗസ്ഥന്മാരെ പിരിച്ചുവിടും. ഇത് വ്യക്തമാണല്ലോ, ആ ദൃശ്യങ്ങളെല്ലാം ഉണ്ട്. അതല്ലാതെ തന്നെ ആ വ്യക്തിയെ ആക്രമിച്ചിട്ടുണ്ടെന്ന് നമുക്ക് വ്യക്തമാവുന്ന കാര്യമാണ്. അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് കേൾവി ശക്തി പോലും നഷ്ടപ്പെട്ടു. ഒരു നിമിഷം പോലും ഇനി ഉദ്യോഗസ്ഥർ ഈ പദവിയിൽ തുടരാൻ പാടില്ല. ഫോഴ്സ് കാണാൻ പാടില്ല. കാരണം അവർ പോലീസ് ഫോഴ്സിന് അപമാനമായി മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് അടിയന്തരമായി സർക്കാർ നടപടിയെടുത്ത് അവരെ പുറത്താക്കുകയാണ് വേണ്ടത്. ഇത് കൂടുതൽ അങ്ങനെ നിങ്ങൾ കണ്ടില്ലേ, അവരവരുടെ പോലീസ് ഓഫീസർമാരുടെ വീട്ടിലേക്കാണ് മാർച്ച് നടന്നിരിക്കുന്നത്. ശക്തമായ സമരം നടന്നുകൊണ്ടിരിക്കുക. എല്ലാ സമയത്തും നമ്മൾ അക്രമ സമരം നടത്തുന്നതാണോ? ഞങ്ങൾ അക്രമത്തിൽ വിശ്വസിക്കുന്നു. നിങ്ങൾ ആ പയ്യനെ തന്നെ നോക്കിയേ. അവൻ ചെയ്തെന്താ? അവൻ കോടതിയിലൂടെ നീതി തേടുക ചെയ്തത്. മറ്റു ചിലർ ഇവിടെ ചിലപ്പോൾ ആ ഉദ്യോഗസ്ഥന്മാരെ ആക്രമിച്ചേനെ. അങ്ങനെയൊന്നും നമുക്ക് വിശ്വാസമില്ല. വ്യക്തിപരമായി ആക്രമിക്കുന്നതിലോ അതൊന്നും ശരിയായ രീതിയല്ല. ജനാധിപത്യമല്ല, മര്യാദയല്ല, റൂൾ ഓഫ് ലോ പാലിക്കുന്നവരാരും ചെയ്യില്ല. ഞങ്ങൾ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നവരാണ്, അക്രമത്തിൽ വിശ്വസിക്കുന്നവരല്ല. അപ്പോൾ അക്രമ സമരങ്ങൾക്ക് അപ്പുറം സമരങ്ങൾ നടന്നിട്ടുണ്ട്, മാർച്ചുകൾ നടന്നിട്ടുണ്ട്. നമുക്ക് പറയാനുള്ള പ്രതിഷേധം പറഞ്ഞിട്ടുണ്ട്. ആദരണീയനായ പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടുണ്ട്, ശ്രീ രമേശ് ചെന്നിത്തല പറഞ്ഞിട്ടുണ്ട്, ശ്രീ KC വേണുഗോപാൽ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും ഇതിനെ ശക്തമായി എതിർത്തിട്ടുണ്ട്. ഞങ്ങളുടെ യൂത്ത് കോൺഗ്രസ്സുകാർ സമരത്തെരുവിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ അക്രമ സമരം നടത്തിയെന്ന് ചോദിച്ചാൽ ഞങ്ങൾ ചെയ്തിട്ടില്ല, അത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുമില്ല. പക്ഷേ പ്രതിഷേധം ഞങ്ങൾ പറയും. ഞങ്ങൾ തുടർന്നും പ്രതിഷേധിച്ചുകൊണ്ടിരിക്കും. കാരണം സർക്കാരിന് എന്തെങ്കിലും നീതിയോട് ബഹുമാനമുണ്ടെങ്കിൽ, കേരളത്തിലെ ജനങ്ങളോട് ബഹുമാനമുണ്ടെങ്കിൽ. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, യൂത്ത് കോൺഗ്രസിൻ്റെ കേരളത്തിലെ ഏറ്റവും വലിയ യുവജന സംഘടനയാണ് യൂത്ത് കോൺഗ്രസ്. യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു നേതാവിനോട് ഇതാണ് ചെയ്യുന്നതെങ്കിൽ ഇവിടുത്തെ സാധാരണക്കാരൻ്റെ അവസ്ഥ എന്താ? ജനമൈത്രി പോലീസ് സ്റ്റേഷൻ എന്നാണ് പറയുന്നത്. ഇവിടുത്തെ സാധാരണക്കാരൻ്റെ അവസ്ഥ എന്താ? ഇവിടുത്തെ പാവപ്പെട്ടവൻ്റെ അവസ്ഥ എന്താ? ഒരു യൂത്ത് കോൺഗ്രസ് നേതാവിനോടാണ് ഇതാ ചെയ്യുന്നതെങ്കിൽ സാധാരണക്കാരനോട് ഇതിൻ്റെ അപ്പുറമായിരിക്കും. അതുകൊണ്ട് നീതി ലഭിക്കുന്നവരെ ഞങ്ങൾ ഇതിൻ്റെ പുറകെ കാണും. സസ്പെൻഷൻ അല്ല, ഞാൻ പറയുന്നത് പിരിച്ചുവിടണമെന്നാ. അവരെ പദവി തുടരാൻ അർഹരല്ല, പിരിച്ചുവിടണം. നിമിഷപ്രിയയുടെ കാര്യത്തിൽ ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു സംഘം യമനിലേക്ക് പോയിട്ടുണ്ട്.
ഞാൻ കൂടുതൽ വിശദാംശത്തിലേക്ക് കടക്കുന്നില്ല. ഞാൻ പറഞ്ഞില്ല, ഇതൊരു പബ്ലിക് ഡിസ്കഷൻ ഒഴിവാക്കുന്നതാണ് എപ്പോഴും നല്ലത്. പബ്ലിക് ഡിസ്കഷൻ ഒഴിവാക്കുക. ഒരു സംഘം ഇന്ന് യമനിലേക്ക് ചെന്നിട്ടുണ്ട്. നമുക്ക് പോസിറ്റീവായിട്ട് അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു എഫക്റ്റ് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം, പ്രാർത്ഥിക്കാം. ഞാനെല്ലാം ആ ഒരു വിശ്വാസത്തിലാണ്. ഞാൻ പറഞ്ഞില്ല, കുറേ നാളുകളെ നമ്മളെല്ലാം ശ്രമിക്കുന്നത് അതിനു വേണ്ടി. എല്ലാ വശങ്ങളിൽ നിന്ന് ആരൊക്കെ സഹായിക്കാൻ സാധിക്കുമോ അവരെല്ലാം അപ്രോച്ച് ചെയ്തിട്ടുണ്ട്, അവരെല്ലാം ശ്രമിക്കുന്നുണ്ട്. ഏത് ശ്രമം ജയിച്ചാലും നമുക്ക് സന്തോഷവും. അല്ല, തീർച്ചയായിട്ടും UDF അതിൻ്റെ നിലപാട് പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കി കഴിഞ്ഞു. എടുത്ത കേസ് പിൻവലിച്ചിട്ടുണ്ടോ? അയ്യപ്പ ഭക്തന്മാരെ ആക്രമിച്ച പോലീസിനെ നമ്മൾ മറന്നിട്ടില്ല. സുപ്രീം കോടതി വരെ നമ്മൾ കേസ് പോയതാ. സുപ്രീം കോടതിയിൽ സർക്കാരിൻ്റെ നിലപാട് എന്തായിരുന്നു? ആ സത്യവാങ്മൂലത്തെ പറ്റി സർക്കാരിന് എന്താ പറയാനുള്ളത്? അതൊക്കെയാണ് വളരെ പ്രസക്തമായ. ഞാൻ ആ കേസിൽ ഹാജരായ ഒരു വക്കീല. സർക്കാരിന് ഇപ്പോഴും അതേ നിലപാടാണോ സുപ്രീം കോടതിയിൽ പറയാനുള്ളത് എന്നുള്ളതാണ് ചോദ്യം. ആ ചോദ്യം നിലനിൽക്കെ ഈ സംഗമം നടത്തുമ്പോൾ എന്താണ് സർക്കാരിൻ്റെ ആഗ്രഹം അല്ലെ ആവശ്യമെന്ന് നമുക്കറിയാം. ഓക്കെ, എല്ലാവർക്കും നന്മയുടെ ഐശ്വര്യത്തിൻ്റെ ഓണം ആശംസിക്കുന്നു. നമ്മുടെയൊക്കെ നാടിൻ്റെ പ്രതീകമായ, സ്നേഹത്തിൻ്റെ പ്രതീകമായ ഓണം ലോകമെമ്പാടും മലയാളികൾ ആഘോഷിക്കുന്ന ചടങ്ങാണ്. എല്ലാവർക്കും ഓണാശംസകൾ. നാളെ ആദ്യം എൻ്റെ പിതാവ് നടത്തിയിരുന്ന പോലെ തന്നെ ക്യാൻസർ രോഗികളോടൊപ്പമാണ് ഓണം ഉണ്ണുന്നത്. അതിനുശേഷം ആശാ വർക്കർമാരുമായിട്ടാണ് തിരുവോണം. തിരുവനന്തപുരത്ത് ആശാ വർക്കർമാർക്ക്, അവിടെ സമരമിരിക്കുന്നവർക്ക് തിരുവോണം ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ ഒരുക്കുന്നു. ഞാനും അതിനകത്ത് പങ്കെടുക്കും.